വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും മരണത്തിൽ ആത്മഹത്യാക്കുറിൽ പേരുള്ളവർക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തുമെന്ന് സൂചന. IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്താൻ നീക്കമുള്ളത്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് സുർജിത്ത്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഈ കേസുമായി NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താനുള്ള നടപടി ഇന്നലെ തന്നെ പോലീസ് തുടങ്ങിയതാണ്. കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ പോലീസ് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തുക എന്നുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിൽ IC ബാലകൃഷ്ണൻ MLA, അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റായിട്ടുള്ള ND അപ്പച്ചൻ, നേരത്തെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ഈ KK ഗോപിനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ഇത് ചുമത്തും എന്നുള്ള തരത്തിലേക്കുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. അത്തരം നടപടിയിലേക്ക് നിയമോപദേശം പോലീസ് തേടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി എടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം NM വിജയന്റെ ബാധ്യതയായിട്ടുള്ളത് 1.5 കോടിയോളം രൂപ എന്നുള്ള തരത്തിലുള്ള കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വിവിധ ബാങ്കുകളിൽ, ധനകാര്യ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ എടുത്തു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ബാധ്യത ഉണ്ട് എന്നുള്ള തരത്തിലുള്ള കണ്ടെത്തലിലേക്ക് എത്തിയത്. ഇതിൽ KSFEയും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലും ഉൾപ്പെടെ ഇങ്ങനെ വലിയ രീതിയിലുള്ള ബാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇതിൽ കൂടുതൽ പരാതികൾ ഉണ്ടാകുമെന്നുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട് അത്തരം സജീവമായ രീതിയിലുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ്. അതിൽ പ്രതി ചേർത്തുകൊണ്ട് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് അതിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. CT ചന്ദ്രൻ, KM വർഗീസ്, ഒപ്പം തന്നെ കോൺഗ്രസ് ഈ നേരത്തെ നടപടിയെടുത്ത KK ഗോപിനാഥൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അമ്പലവയൽ ആനപ്പാറ സ്വദേശി ഷാജിയുടെ പരാതിയിലാണ് ഇപ്പോൾ 3 പേരെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. നേരത്തെ 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു. അത് താളൂർ സ്വദേശിയായിട്ടുള്ള പത്രോസും പുൽപ്പള്ളി സ്വദേശിയായിട്ടുള്ള സായൂജും നൽകിയ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും NM വിജയന്റെ മരണശേഷം വലിയ വിവാദങ്ങൾ, ആ വിവാദങ്ങളുടെ ഭാഗമായി തന്നെ ഇപ്പോൾ FIRകൾ രജിസ്റ്റർ ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. സമാന്തരമായി വിജിലൻസും ഈ വിഷയത്തിൽ സജീവമായ രീതിയിലുള്ള അന്വേഷണം തുടരുകയാണ്. SKN.